നിരീശ്വരവാദിയായി ജീവിച്ച് ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് എല്ലാ വിധത്തിലുമുള്ള അധാർമികതയിലും മുഴുകിയ ഒരാൾ. മോഷണ ശ്രമത്തിനിടയിൽ പിടികൂടപ്പെടാതിരിക്കാൻ നടത്തിയ കൊലപാതകത്തിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തി. ഇപ്പോഴിതാ അദ്ദേഹം കത്തോലിക്ക സഭയിലെ ദേവദാസ പദവിയിൽ എത്തിയിരിക്കുന്നു. അധികം പേർക്കൊന്നും അറിഞ്ഞുകൂടാത്ത അതിശയകരമായ ജീവിതത്തിന്റെ ഉടമയാണ് ദേവദാസൻ ജാക്വസ് ഫെഷ്. 1930 ഏപ്രിൽ 6 ഫ്രാൻസിലായിരുന്നു ജാക്വസിന്റെ ജനനം. പിതാവ് നിരീശ്വരവാദിയും അമ്മ നാമമാത്ര കത്തോലിക്കയുമായിരുന്നു. ജനിച്ചു വളർന്ന ഈ ജീവിത സാഹചര്യങ്ങൾ ജാക്വസിന്റെ പിൻകാല ജീവിതത്തെയും ദോഷകരമായി ബാധിക്കുകയായിരുന്നു. വീട്ടിലും പുറത്തും പ്രശ്നക്കാരനായിരുന്നു ജാക്വസ്. കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 24-ാം വയസ്സിൽ കാമുകി പിയററ്റിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് ജനിച്ചു. ഗർഭാവസ്ഥയിലായിരുന്നു വിവാഹം. വേറെയും പല സ്ത്രീകളും ആ ജീവിതത്തിലൂടെ കടന്നുപോയി. അതിലൊരു മകനും ജനിച്ചിട്ടുണ്ട്. അതിനിടയിൽ പിതാവിന്റെ സ്വാധീനത്താൽ പല ജോലികളും ലഭിച്ചുവെങ്കിലും അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ആഡംബര ജീവിതത്തിനും ഒരു ദ്വീപിൽ സുഖകരമായി ജീവിക്കുന്നതിനും വേണ്ടി ഒരു കപ്പൽ വാങ്ങാൻ തീരുമാനിച്ചത്. പക്ഷേ പിതാവ് അതിനുള്ള പണം നൽകാൻ തയ്യാറായില്ല. ഒടുവിൽ കപ്പൽ വാങ്ങുന്നതിന് വേണ്ടി ഒരു കവർച്ച നടത്തുവാൻ ജാക്വസ് തീരുമാനിച്ചു. അലക്സാൻഡ്ര സിബർസ്റ്റൈൻ എന്ന കറൻസി ഡീലറുടെ സ്ഥാപനത്തിലായിരുന്നു കവർച്ചാ ശ്രമം. പക്ഷേ ശ്രമം പാളി. അലാറം കേട്ട് മാനേജർ ജീൻ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞു വന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ജാക്വസിന് ഒന്ന് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ജീനിനെതിരെ വെടിയുതിർത്തു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജീൻ കൊല്ലപ്പെട്ടു. മറ്റ് 2-3 പേർക്ക് കൂടി പരിക്കേറ്റു. ജാക്വസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിറ്റേ ദിവസം ഫ്രാൻസ് ഉറക്കമുണർന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടായിരുന്നു. 1957 ഏപ്രിൽ 6 ജാക്വസിന് വധശിക്ഷ വിധിച്ചു. പാരീസിലെ ഒരു ജയിലിലേക്ക് ജാക്വസിനെ കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിന് ഏകാന്ത തടവാണ് വിധിച്ചത്. ആ ജയിലിൽ നിന്നാണ് ജാക്വസിന്റെ ജീവിതത്തിന് അതിശയകരമായ പരിണാമം സംഭവിച്ചത്. അദ്ദേഹത്തെ ജയിൽ ചാപ്ലിൻ സന്ദർശിച്ചു. ആദ്യമൊന്നും വൈദികനോട് സംസാരിക്കാൻ പോലും ജാക്വസ് തയ്യാറായില്ല. പക്ഷെ അച്ഛൻ നിരാശനാകാതെ തന്റെ ശ്രമം തുടർന്നു. അതൊടുവിൽ വിജയം വരിക്കുകയായിരുന്നു. ചാപ്ലിനുമായി ജാക്വസ് അടുത്തു. അതോടൊപ്പം ജാക്വസിന്റെ ഭാര്യയുടെ സ്നേഹിതനായിരുന്ന ഒരു വൈദികനും ജാക്വസിന്റെ വക്കീലും അദ്ദേഹത്തിന്റെ മനപരിവർത്തനത്തിന് നിർണായകമായ സംഭാവനകൾ നൽകിയവരായിരുന്നു. ജാക്വസിന്റെ അഭിഭാഷകൻ ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നു. ദൈവത്തിന്റെ കരുണയുടെ ഉപകരണങ്ങളായിരുന്നു ഈ 3 പേരും. ഏകാന്ത തടവിൽ കഴിയുമ്പോൾ താൻ പിന്നിട്ട് വന്ന ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കുവാൻ ജാക്വസിന് സാധിച്ചു. പാപത്തിന്റെ കറ അവിടെയെല്ലാം പുരണ്ടിരുന്നതായി കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരികെ വരുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ജയിൽ മുറി ഒരാശ്രമ മുറി പോലെയാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. അവിടെ വെച്ച് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെയും ലിസ്യുവിലെ വിശുദ്ധ തെരേസയെയും കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചു. ആ വായന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല അനുരണനങ്ങളും സൃഷ്ടിച്ചു. വർഷങ്ങൾക്ക് ശേഷം കുമ്പസാരിക്കാനുള്ള തന്റെ ആഗ്രഹം അദ്ദേഹം വെളിപ്പെടുത്തി. പ്രാർത്ഥിക്കാൻ തുടങ്ങി. തന്റെ മകൾ വിശ്വാസ ജീവിതത്തിൽ വരണമെന്നായിരുന്നു ആഗ്രഹം. ഭാര്യയെ വിളിച്ചു വരുത്തി അക്കാര്യത്തിൽ അദ്ദേഹം പല നിർദ്ദേശങ്ങളും നൽകി. കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ജയിലിൽ വെച്ച് വീണ്ടും വിവാഹിതരാകുവാനുള്ള ആഗ്രഹവും ജാക്വസ് പ്രകടിപ്പിച്ചിരുന്നു. ജാക്വസിന്റെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി അമ്മയ്ക്കും സഹോദരനും കത്തോലിക്ക വിശ്വാസത്തോട് ആഭിമുഖ്യമുണ്ടായി. ഈ സമയത്ത് അദ്ദേഹം പലതും എഴുതി തുടങ്ങി. അഹങ്കാരമാണ് ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റുന്ന ഏറ്റവും വലിയ തിന്മ. ഒരിടത്ത് അദ്ദേഹം എഴുതിയത് അങ്ങനെയാണ്. മറ്റൊരിടത്ത് അദ്ദേഹം ഇങ്ങനെ എഴുതി: തുടർച്ചയായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മരിക്കാൻ ഞാൻ ഭയപ്പെടുന്നില്ല. എന്നാൽ ക്രിസ്ത്യാനിയായിട്ടല്ലാതെ മരിക്കുന്നതിൽ ഞാൻ ഭയപ്പെടുന്നു. എന്നിരുന്നാലും ജീവിതം ഒരു വലിയ അനുഗ്രഹമാണ്. ആഴത്തിലുള്ള പ്രാർത്ഥനാ ജീവിതവും ആത്മീയ ജീവിതവുമാണ് അദ്ദേഹം നയിച്ചിരുന്നതെന്ന് പിൻകാലത്ത് കണ്ടെടുക്കപ്പെടുകയും പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്ത ഈ ഡയറി കുറിപ്പുകൾ വ്യക്തമാക്കുന്നു. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചും മാനസാന്തര അനുഭവത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തൻ്റെ എല്ലാ ബന്ധുക്കളോടും അനുരഞ്ജനപ്പെട്ടതിന് ശേഷമാണ് ജാക്വസ് മരണമടഞ്ഞത്. തൻ്റെ മരണം പിതാവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയും താൻ കൊലപ്പെടുത്തിയ ആളുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടിയുമാണ് അദ്ദേഹം സമർപ്പിച്ചത്. ഒക്ടോബർ 1 ജാക്വസിന്റെ വധശിക്ഷ നടപ്പിലാക്കിയത്. അന്നേ ദിവസം പുലർച്ചെ 3 മണിക്ക് അദ്ദേഹം ഉറക്കമുണരുകയും വിശുദ്ധ കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. 5 മണിക്കൂറിനുള്ളിൽ ഞാൻ യേശുവിനെ കാണുമെന്നായിരുന്നു ജാക്വസ് അവസാനമായി പറഞ്ഞ വാക്കുകൾ.
പാപത്തിൽ ജീവിച്ച് വിശുദ്ധിയിൽ മരിച്ച ഒരു മനുഷ്യന് മാത്രം പറയാൻ കഴിയുന്നതായിരുന്നു ആ വാക്കുകൾ. 1987 സെപ്റ്റംബർ 21 രൂപതാ തലത്തിൽ അദ്ദേഹത്തിന്റെ നാമകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചു. 1993 റോം അദ്ദേഹത്തെ ദൈവദാസനായി പ്രഖ്യാപിച്ചു. തന്റെ കരുണയിൽ ആശ്രയിക്കുന്ന ഏതൊരാളെയും താൻ ഒരിക്കലും തള്ളിക്കളയുകയില്ലെന്ന് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് യേശു നൽകിയ വാഗ്ദാനം അണുവിട വ്യതിചലിക്കാതെ പാലിക്കപ്പെടുന്നതിന് നാം ഇവിടെ സാക്ഷികളാവുന്നു. ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവകരുണയിൽ കൂടുതൽ ആശ്രയിക്കുവാനുള്ള പ്രചോദനവും മാതൃകയുമാണ് ദേവദാസൻ ജാക്വസ് ഫിഷിന്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത്. കടും ചുമപ്പായ എൻ്റെ പാപങ്ങളെ തൂമഞ്ഞു പോലെയാക്കി മാറ്റണമേ എന്ന് യേശുവിൻ്റെ കരുണയിൽ ശരണം വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.